ഹലോ എവരി വൺ, റോം വിത്ത് ബേസിലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അൽബേനിയയിൽ സ്കോഡാർ നിയർ ബൈ ആയിട്ടുള്ള റൊസാഫ കാസലിൻ്റെ വിശേഷങ്ങളാണ്. ഇതാണ് റൊസാഫ കാസൽ. ഈ വ്യൂ കാസലിൻ്റെ എൻട്രൻസിൽ നിന്നുള്ള വ്യൂ ആണ്. ഏകദേശം ആ ഒരു ഭൂപ്രകൃതി മൊത്തം നമുക്കിവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ ഈ ഒരു പ്രദേശത്തിൻ്റെ ഭംഗി മൊത്തം കിട്ടിയിട്ടില്ല. ഇതാണ് കോട്ടയുടെ എൻട്രൻസ്. ഈ ഒരു കാസലിനാണെങ്കിൽ ഒരു കഥയുണ്ട്. 3 സഹോദരന്മാർ ചേർന്നൊരു കോട്ട നിർമ്മിക്കുവാനായിട്ട് തുടങ്ങി. പക്ഷെ അവർക്ക് ഈ കോട്ടയുടെ പണി പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല. ദുരൂഹമായിട്ട് എല്ലാ ദിവസവും രാത്രി അത് തകർന്നു വീഴുന്നു. ഈ ഒരു സംഭവം ഇങ്ങനെ തുടർന്നപ്പോൾ മുതിർന്ന ഒരു ജ്ഞാനി പറഞ്ഞു, നിങ്ങളിൽ 3 സഹോദരന്മാരുടെ ഒരു ഭാര്യയെ ഈ മതിലിനോട് ചേർത്ത് വെച്ച് കോട്ട പണി പൂർത്തിയാക്കണമെന്ന് പറഞ്ഞു. മൂത്ത 2 സഹോദരന്മാർ അവരുടെ ഭാര്യമാരോട് ഈ രഹസ്യം അങ്ങ് ഷെയർ ചെയ്തു. പക്ഷേ ഇളയ സഹോദരനൊന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം ഇളയ സഹോദരൻ്റെ ഭാര്യ റൊസാഫ ഭക്ഷണമൊക്കെ ആയിട്ട് കോട്ടയിലേക്ക് വന്നു. സത്യമൊക്കെ അറിഞ്ഞപ്പോൾ റൊസാഫ ഏറെ ദുഃഖിച്ചുവെങ്കിലും അവൾ കോട്ടയുടെ നന്മയ്ക്കായി സ്വയം അങ്ങ് ബലി നൽകാനായി സമ്മതിച്ചു. പക്ഷെ അവളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു കണ്ണും ഒരു കൈയും ഒരു കാലും എൻ്റെ ഒരു മാറിടവും പുറത്തിടണമെന്ന്. റൊസാഫയ്ക്ക് അവളുടെ കുഞ്ഞിനെ കാണാനും അതുപോലെ തന്നെ തൊടാനും പാലൂട്ടാനും കഴിയത്തക്ക വിധത്തിൽ കോട്ട പണി പൂർത്തിയാക്കി. ഷെറിന് ഇപ്പം ഈ ഇറങ്ങുന്നത് ഒരു സീക്രട്ട് എക്സിറ്റിൽ കൂടെയാണ്. കോട്ടയ്ക്കകത്ത് എന്തെങ്കിലും ഒരു ആക്രമണമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടാനായിട്ടൊരു സീക്രട്ട് എക്സിറ്റ് ഉണ്ട്. പക്ഷേ ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾക്കതിൻ്റെ എക്സിറ്റ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതൊക്കെ അടച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഇതെന്തോട്ട് വഴിയാ? അയ്യോ, ഇത് ഭയങ്കര ഇരുട്ടാണല്ലോ. ഫ്ലാഷ് ഓണാക്കണല്ലോ. ഞാൻ ഇതിനകത്ത് ഫ്ലാഷ് ഓണാക്കാൻ പറ്റില്ല. സൂക്ഷിച്ചിറങ്ങണേ. ഞാൻ പോയിട്ടില്ല. ഈ ഒരു സീക്രട്ട് എക്സിറ്റിൽ കൂടെ പോകുമ്പോൾ നമുക്ക് പല പല വഴികൾ കാണാൻ സാധിക്കും. ശരിക്കുള്ള വഴി ഇവർ അടച്ചേക്കുവാണ്. ആക്ച്വലി ശരിക്കുള്ള വഴി എത്തി നിൽക്കുന്നത് ഒരു റിവറിലേക്കാണ്. അതായത് നമ്മൾ ഈ ഗുഹയ്ക്കടെ ഇറങ്ങി അതൊരു എത്തി നിൽക്കുന്നത് ഒരു റിവറിലേക്കാണ്. പക്ഷെ നമുക്ക് ആ ഒരു സീക്രട്ട് എക്സിറ്റിൽ കൂടെ പോകാൻ പറ്റിയില്ല. ഇത് ഭയങ്കര ഡെപ്ത് ഇല്ലല്ലോ, ഹൈറ്റ് ഇല്ലല്ലോ. കോട്ടയുടെ മറ്റൊരു സൈഡ് മൊത്തം ഒരു വാട്ടർ സോഴ്സാണ്. ഈ ഒരു വാട്ടർ സോഴ്സിലേക്കാണ് ആക്ച്വലി ഈ ഒരു സീക്രട്ട് എക്സിറ്റ് വന്ന് എൻഡ് ചെയ്യുന്നത്. നല്ല ഭംഗിയാണ്, നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. ഇതെവിടെയോ വാങ്ങി കൊടുക്കുവാണല്ലോ. ഇവിടെ ഏതൊരു മുസ്ലിം പള്ളി ഉണ്ട് തോന്നുന്നു. റൊസാഫ സാക്രിഫൈസ് ചെയ്ത ഭിത്തി ഈ ഒരു ഭിത്തികളിൽ ഒന്നാണെന്നാണ് കേട്ടോ പറയുന്നത്. ഇവിടുത്തെ ചുണ്ണാമ്പുകളിൽ നിന്ന് ഇറ്റ് വീഴുന്ന ഓരോ വെള്ളവും റൊസാഫയുടെ മുലപ്പാലാണെന്നും ഈ പ്രദേശത്തെ ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. മിത്തല്ലേ, മിത്ത്. കോട്ടയിലാണെങ്കിൽ അൽബേനിയയുടെ ഒരു ഫ്ലാഗും സ്ഥാപിച്ചിട്ടുണ്ട്. ഇതാണ് കോട്ടയുടെ ഏറ്റവും മുകളിൽ നിന്നുള്ളൊരു വ്യൂ. നല്ല കാറ്റാണ്, അതേപോലെ തന്നെ നല്ല ഭൂപ്രകൃതി, നല്ല വാട്ടർ സോഴ്സും നല്ല ഗ്രീനറിയും ഒക്കെ ആയിട്ട് ഒരു റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു ക്ലൈമറ്റ് ആയിരുന്നു അവിടെ. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.